ഹായ് മക്കളെ, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവന്റ് ഇൻവിറ്റേഷൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. സാധാരണ നോട്ടീസ് തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. എന്നാൽ പുതിയ സിലബസ് പ്രകാരം വന്നിട്ടുള്ള ഒരു വർക്കാണ് ഇവന്റ് ഇൻവിറ്റേഷൻ തയ്യാറാക്കുക എന്നുള്ളത്. നോട്ടീസ് പോലെ തന്നെയാണ് ഇവന്റ് ഇൻവിറ്റേഷൻ തയ്യാറാക്കേണ്ടത്, പക്ഷെ അത്രയൊന്നും എഴുതേണ്ടതില്ല. പിന്നെ ഇൻവിറ്റേഷൻ തയ്യാറാക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇവന്റ് ഇൻവിറ്റേഷൻ ഉണ്ട്. ഫോർമൽ ഇൻവിറ്റേഷനും ഉണ്ട്, ഇൻഫോർമൽ ഇൻവിറ്റേഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് നോക്കാം, എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് ആൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ 15th August 9 AM in school auditorium. The district collector will be chief guest. As the school leader, prepare a formal invitation to be sent to the parents and guardians. അപ്പൊ നമുക്ക് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞത് ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ ഫോർമൽ ഇൻവിറ്റേഷൻ. ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ തയ്യാറാക്കണം. ആർക്ക് നൽകുന്നതാണ്? പാരന്റ്സിനെയും ഗാർഡിയൻസിനെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ ആണ്. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് ഡിസ്ട്രിക്ട് കളക്ടർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ്. അപ്പൊ മുഖ്യ അതിഥിയായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ തയ്യാറാക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെ ഇൻവിറ്റേഷൻ തയ്യാറാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫോർമലും പഠിക്കുന്നുണ്ട്, ഇൻഫോർമൽ ഇൻവിറ്റേഷനും നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ആണ്. ഇൻഫോർമൽ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ, സഹപാഠികളെ, അതുപോലെ രക്ഷിതാക്കളെ ഒക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബോക്സ് വരയ്ക്കാം. ആ ബോക്സിനകത്ത് ആണ് നമ്മൾ ഈ കാര്യങ്ങൾ എഴുതി ചേർക്കേണ്ടത്. ബോക്സ് വരച്ചു. ഇനി നമുക്ക് ഹെഡിങ് ആയിട്ട് ഇൻവിറ്റേഷൻ എന്ന് കൊടുക്കാം. ആദ്യം ഹെഡിങ് ആയിട്ട് ഇൻവിറ്റേഷൻ എന്ന് കൊടുക്കാം. ഇൻവിറ്റേഷൻ എന്ന് കൊടുത്തു. അതിന് താഴെ സ്കൂളിന്റെ പേര് നമ്മൾ കൊടുത്തത് ABC സ്കൂൾ മലപ്പുറം എന്നാണ് സ്കൂളിന്റെ പേര് കൊടുത്തത്. ഇനി ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഒന്നാമത്തെ ബ്ലാങ്ക്സ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എഴുതേണ്ടത് ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് നെയിം ആണ്. അപ്പോ ആരാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്? അവരുടെ പേരാണ്. അപ്പൊ ഇവിടെ ക്ലബ്ബ്, എന്തെങ്കിലും ക്ലബ്ബ് ഉണ്ടെങ്കിൽ സയൻസ് ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇതേ സ്കൂളിന്റെ പേര് തന്നെ കൊടുത്താൽ മതി. ABC സ്കൂൾ മലപ്പുറം കോഡിയലി ഇൻവൈറ്റ് യു ടു എന്ന് പറഞ്ഞിട്ട് അടുത്തത് സെക്കൻഡ് ഡാഷിൽ നമ്മൾ എഴുതേണ്ടത് ഇവിടെ പ്രോഗ്രാമിന്റെ പേരാണ്, പരിപാടിയുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്ത് പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്? ഇപ്പൊ August 15 ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ എന്നാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ എന്നാണ് അവിടെ ഇവന്റ് കൊടുക്കേണ്ടത്. ഓൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൺ എന്ന് പറയുന്ന ഈ ബ്ലാങ്കറ്റ് എടുത്ത് നമ്മൾ എഴുതേണ്ടത് ഡേറ്റും ഇയർ, ഡേറ്റ് ഇയർ ഒക്കെയാണ്. August 15 2025 എന്ന് എഴുതി. അടുത്തത് ടൈമാണ്, അറ്റ് എന്ന് കഴിഞ്ഞിട്ട് ടൈമാണ് കൊടുക്കേണ്ടത്. ടൈം 9 AM എന്ന് കൊടുത്തു. ഓൺ എന്നുള്ളിടത്ത് നമ്മുടെ വേദിയാണ് കൊടുക്കേണ്ടത്, വെന്യൂ പ്ലേസ്, എവിടെ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് വെന്യൂ, വേദി കൊടുത്തു. ഇനി അടുത്തത് ചീഫ് ഗസ്റ്റ്, മുഖ്യ അതിഥി ആരായിരിക്കും, ചീഫ് ഗസ്റ്റ് ആരായിരിക്കും എന്നാണ്. അയാളുടെ പേര് ഡെസിഗ്നേഷനും ആണ്. അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞിട്ട് കളക്ടറുടെ പേര് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് എഴുതിയാൽ മതി. അതിനുശേഷം ഏറ്റവും താഴെ വി ലുക്ക് ഫോർവേഡ് ടു യുവർ ഗ്രേഷ്യസ് പ്രസൻസ്, നിങ്ങളുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾ സദസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇവന്റിലേക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻവിറ്റേഷൻ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ 4 മാർക്കിന്റെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫോർമൽ ഇൻവിറ്റേഷൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫോർമൽ ഇൻവിറ്റേഷൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. അതിന് താഴെ സ്കൂളിന്റെ പേര് കൊടുക്കുന്നു. ABC സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിന്റെ പേര് കൊടുത്തു. സ്കൂളിന്റെ പേര് എഴുതി. ഇനി നമ്മൾ ഫോർമലാണ്, ഒരാളെ ഇൻവൈറ്റ് ചെയ്യാണ്, പ്രോഗ്രാമിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഫോർമൽ ഇൻവിറ്റേഷൻ നടത്തുന്നത്. അപ്പോ ആദ്യം നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കണം, ഡിയർ എന്ന് പറഞ്ഞിട്ട്. ഇനി പാരന്റ്സിനെയാണ് വിളിക്കുന്നതെങ്കിൽ ഫോർമൽ ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിയർ പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ
ഡിസ്ട്രിക്ട് കളക്ടറെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിയർ എന്നുള്ളത് പകരം റെസ്പെക്റ്റഡ് കളക്ടർ അല്ലെങ്കിൽ സർ അല്ലെങ്കിൽ ഡിയർ സർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഡിയർ സർ എന്നും അഭിസംബോധന ചെയ്യാം. ഇനി അതിന് താഴെ ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങാം. ഐ ആം ഡിലൈറ്റഡ് ടു ഇൻവൈറ്റ് യു. ഐ ആം ഡിലൈറ്റഡ് ടു ഇൻവൈറ്റ് യു. ഞാൻ വളരെ സന്തോഷവാനാണ് ടു ഇൻവൈറ്റ് യു, നിങ്ങളെ ക്ഷണിക്കുന്നതിൽ. മൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് കൊടുക്കും? ഇവിടെ നമ്മൾ പ്രോഗ്രാമിന്റെ പേര് എഴുതും. നെയിം, ഇവന്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രോഗ്രാമിന്റെ നെയിം. അപ്പോ നമ്മൾ നേരത്തെ ചോദ്യത്തെ ബേസ് ചെയ്താണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ എന്ന് പറയും. നെക്സ്റ്റ് അതേപോലെ തന്നെ ഓൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഡേറ്റും ഡേയും എഴുതുന്നു. ഓഗസ്റ്റ് 15 എന്ന് പറയുന്നു. അറ്റ് എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ടൈം പറയുന്നു, 9 AM എന്ന് പറയുന്നു. ദ വെന്യൂ ഈസ്, വെന്യൂ വേദി ഇതാണ്. വേദി എന്നുള്ളിടത്ത് പ്ലേസ് എഴുതണം. സ്കൂൾ ഓഡിറ്റോറിയം എന്ന് എഴുതുന്നു. ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ജോയ് ടു ഹാവ് യു വിത്ത് അസ് ഓൺ ദിസ് സ്പെഷ്യൽ ഒക്കേഷൻ. ഈ ഒരു പ്രത്യേക ഒക്കേഷനിൽ, സന്ദർഭത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമുള്ളവരായി മാറും എന്നാണ് പറഞ്ഞത്. ഹാപ്പി ആയിരിക്കും. എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇടാം, ഒരു ലൈൻ ഗ്യാപ്പ് ഇട്ട് അടുത്ത പാരഗ്രാഫ് അല്ലെങ്കിൽ ക്ലോസിംഗ് ലൈൻ എഴുതാം. താഴോട്ട് 1 ലൈൻ ഗ്യാപ്പ് ഇട്ട് താഴോട്ട് എഴുതാം. ലെഫ്റ്റ് സൈഡ് ചേർത്ത് ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു, അല്ലെ? ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു. നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ട് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് താഴെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ യുവേഴ്സ് ലവിംഗ്ലി എന്നോ ഒക്കെ എഴുതാൻ നമുക്ക്, വിശ്വസ്തയോടെ സ്നേഹത്തോടെ. ഇവിടെ നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളുടെ പേരാണ് അല്ലെങ്കിൽ ആ ഇൻവിറ്റേഷൻ അയക്കുന്ന ആളുടെ പേരാണ് എഴുതേണ്ടത്. ക്ലബ് കോർഡിനേറ്റർ, സയൻസ് ക്ലബ് കോർഡിനേറ്റർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ് കോർഡിനേറ്റർ, സോഷ്യൽ ക്ലബ് കൺവീനർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളുടെ പേരാണ് എഴുതേണ്ടത്. നമ്മുടെ ചോദ്യത്തിൽ വരും, നിങ്ങൾ ഈ ഒരു സയൻസ് ക്ലബിന്റെ അല്ലെങ്കിൽ സോഷ്യൽ ക്ലബിന്റെ കൺവീനർ ആണ്, അപ്പോൾ നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ കളക്ടറെ ഇൻവൈറ്റ് ചെയ്യുന്നത്, അപ്പൊ പ്രിപ്പയർ എ ഫോർമൽ ഇൻവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു വരും. ഇനി ആരും തന്നിട്ടില്ലെങ്കിൽ കൺവീനർ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ഇൻവിറ്റേഷൻ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു വർക്കാണ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റിൽ കൃത്യമായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ആ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചോദ്യം വരുമ്പോൾ ആ ഒരു മാർക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ് താഴെ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.